ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ടോപ്പിക് AI ഇൻ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. സോ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് പറയാം. അതായത് ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു നേറ്റീവ് ലാംഗ്വേജിൽ ഒരു ഇൻപുട്ട് സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്പുട്ടും നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന, മെഷീൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. സോ ഞാൻ മലയാളത്തിൽ ഇപ്പം നമസ്കാരം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമസ്കാരം എന്ന് എനിക്ക് കിട്ടുന്നതും മലയാളത്തിലായിരിക്കും. സോ ഇതിനെയാണ് ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഇപ്പോൾ വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് റൂൾസിൻ്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ബേസ്, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ബേസിലായിരിക്കും നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ന്യൂസ് സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് അതിനുണ്ടാവും. സോ ഇതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ചാലഞ്ചസ് വരുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ AIയും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ AI ആയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. സോ അതിനെയാണ് AI ഇൻ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. സോ AI ഇൻ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ AIയുടെ ഹെൽപ്പോട് കൂടി ഈ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ചെയ്യുന്നു. സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഇൻപുട്ടായിട്ട് എൻ്റെ നേറ്റീവ് ലാംഗ്വേജിൽ എനിക്ക് തലവേദനിക്കുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഇതൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് AIൻ്റെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കുകയും അതിൻ്റെ ബേസിൽ ഒരു നേറ്റീവായിട്ടുള്ള, അതായത് ഒന്നെങ്കിൽ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കും എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നേറ്റീവ് ലാംഗ്വേജ് വരെ തരും. സോ ഇതാണ് AI ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനി ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് കളക്ഷൻ ആണ്. ഈ ഒരു സ്റ്റെപ്പിൽ യൂസർ ഗീവ്സ് ടു എ ടെക്സ്റ്റ് ഓർ ഇൻപുട്ട് ഇൻ എ നേറ്റീവ് ലാംഗ്വേജ്. ഇൻപുട്ട് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് കളക്ഷൻ ആണ്. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ യൂസർ ഗീവ്സ് എ ടെക്സ്റ്റ് ഓർ എ സ്പീച്ച് ഇൻ എ നേറ്റീവ് ലാംഗ്വേജ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് ആണ് ഇൻപുട്ടായിട്ട് നേറ്റീവ് ലാംഗ്വേജിൽ കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസിലുള്ള എക്സ്ട്രാ സ്പേസസും സിമ്പിൾസും ഒക്കെ റിമൂവ് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ ഒരു സെൻറ്റൻസിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞ് ടോക്കണൈസേഷൻ ആണ്. ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ സെൻറ്റൻസിന് സ്മോൾ വേർഡ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത്രയാണ് കാര്യങ്ങൾ അതിൽ നടക്കുന്നത്. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് സ്പീച്ച് ടാഗിങ് ആണ്. പാർട്ട് ഓഫ് സ്പീച്ച് ടാഗിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ സ്പ്ലിറ്റ് ടോക്കണൈസേഷൻ ചെയ്തിട്ടുള്ള വേർഡ്സിന് അതിൻ്റെ നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ഗ്രാമറൊക്കെ മനസ്സിലാക്കും. ആ ഒരു സെൻറ്റൻസിൽ വരുന്ന വേർഡ്സിൻ്റെ ഗ്രാമർ മനസ്സിലാക്കി ബിറ്റ്വീൻ ആ വേർഡ്സിലുള്ള റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കി ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് തന്നെ ഫൈൻഡ് ചെയ്യും. ആൻഡ് അതിൻ്റെ ബേസിൽ ഒരു നേറ്റീവ് ലാംഗ്വേജിലുള്ള ഒരു ഔട്ട്പുട്ട് ആപ്ലിക്കേഷൻ നമുക്ക് തരും. സോ ഇതാണ് മെയിൻലി ഇതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമ്മൾ ഹെൽപ്ഫുൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒന്ന് സ്പീച്ച് റെക്കഗ്നൈസേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ നേറ്റീവ് ലാംഗ്വേജിൽ ഒരു വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടെക്സ്റ്റിലേക്ക് നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ കൺവേർട്ട് ചെയ്ത് തരും. ആൻഡ് നെക്സ്റ്റ് ടു സ്പീച്ച്, ടെക്സ്റ്റ് ടു സ്പീച്ച്. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം നേറ്റീവ് ലാംഗ്വേജിൽ ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ആൻഡ് മെഷീൻ ട്രാൻസ്ലേഷൻ, അതായത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് കൊടുത്താൽ നേറ്റീവ് ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ആൻഡ് നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്. നാച്ചുറൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഇന്നലെ മഴ പെയ്തോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന് അനുസരിച്ച് അതെന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കി, അതൊരു ക്വസ്റ്റ്യൻ ആണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ബേസിൽ ഒരു നേറ്റീവ് ആൻസറും തരും. സോ ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഹെൽപ്ഫുൾ ആയിരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ദെൻ ആപ്ലിക്കേഷൻസ്. അപ്പം ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ലോക്കൽ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പ്രോസസ്സിങ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഹെൽത്ത് കെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് ഇംഗ്ലീഷിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പേഷ്യൻസിന് അത് മലയാളത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിന് AIയിൽ യൂസ് ചെയ്യുന്നതോടെ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് നമുക്ക് വരുന്നുണ്ട്. ഇത്രയും അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിൽ ഒരുപാട് ചാലഞ്ചസ് വരുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് ഡയലക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളമാണ്. പക്ഷെ എങ്കിൽ പോലും കേരളത്തിലെ ഓരോ ഡിസ്ട്രിക്റ്റിലും പല സ്ലാങ്ങാണ് വരുന്നത്. സോ അങ്ങനെ ഡിഫറെൻറ്റ് സ്ലാങ്സ് വരുന്ന സിറ്റുവേഷനിൽ അത് AIക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. സോ അതൊരു ഡിഫിക്കൽട്ടിയാണ്. ദെൻ ഡാറ്റ സ്കേഴ്സിറ്റി എന്ന് വെച്ചാൽ ഇപ്പം കമ്പാരിറ്റീവ്ലി ഇംഗ്ലീഷും മലയാളം നോക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിൻ്റെ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. പക്ഷേ മലയാളത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ലാങ്ങിൽ വരുന്ന ഡിഫറൻസ് വരുമ്പോൾ അതിലുള്ള ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കുള്ളൂ. സോ അതൊരു ചാലഞ്ചാണ്. ആൻഡ് നെക്സ്റ്റ് സ്ക്രിപ്റ്റ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം
മലയാളം എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, മലയാളം എഴുത്ത് എന്ന് പറയുന്നത്. പക്ഷെ അത് എഐനെ ട്രെയിൻ ചെയ്യിക്കാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. സോ അതൊരു ചാലഞ്ചാണ്. ആൻഡ് അതുപോലെ കോഡ് മിക്സിങ്, അതായത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന ഇൻപുട്ട് മലയാളത്തിലും ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് മംഗ്ലീഷായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഐനെ കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൽ മെയിൻ വരുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത്രയും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജ് ആണ്. അതായത് ഏതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ചാറ്റ് ബോർഡ്സിലൊക്കെ മലയാളം കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് അതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു മൂവി കാണുന്ന സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ അത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയും ഹെൽപ്ഫുൾ ആണ്. മെയിൻലി ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് പറയുകയാണെങ്കിൽ എഐ ഇൻ ലോക്കൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഐൻ്റെ ഹെൽപ്പോട് കൂടി നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസ് ഒരു ഇൻപുട്ടായിട്ട് കൊടുത്ത് അതേ അറ്റ് ദ സെയിം ടൈം നേറ്റീവ് ലാംഗ്വേജിൽ തന്നെ ഒരു ഔട്ട്പുട്ടും തരുന്നു. സോ ഇത് എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും ബാങ്കിങ്, ഗവൺമെൻറ്, അഗ്രികൾച്ചർ പോലുള്ള എല്ലാ ഫീൽഡിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.